കേരളത്തിലെ ചെങ്ങന്നൂരിൽ നിന്നുള്ള 65 വയസ്സുള്ള ഭാസ്കരക്കാരനവർ അമേരിക്കയിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് വലിയൊരു സമ്പത്ത് സമ്പാദിച്ചിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, ഒരു മകനും ഒരു മകളും. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക എപ്പോഴും മകൻ ബിനു ആയിരുന്നു. കാരണം അവനൊരു ഭിന്നശേഷിക്കാരനായിരുന്നു. മാനസികമായി ദുർബലനായതിനാൽ ഭാസ്കരനും ഭാര്യയ്ക്കും ബിനുവിന്റെ ഭാവിയെക്കുറിച്ച് വല്ലാത്ത ദുഃഖമുണ്ടായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് മാത്രം അദ്ദേഹം പിന്തുടർന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും തന്നെ പ്രവർത്തിച്ചില്ല. ബിനു വിവാഹിതനായി പിന്നീട് കുട്ടികളുണ്ടായാൽ അവന്റെ ജീവിതം കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കുമെന്ന് മാതാപിതാക്കൾ വിശ്വസിച്ചു. ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള ഒരു വധുവിനെ കണ്ടെത്തുന്നതാണ് നല്ലതെന്നും അവർ കരുതി. കാരണം വളരെ കുറച്ച് പെൺകുട്ടികൾ മാത്രമേ അവന്റെ അവസ്ഥയുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയുള്ളൂ. ഈ സമയത്ത് വിദ്യാഭ്യാസം നേടി ബിരുദം പൂർത്തിയാക്കിയ ഷെറിൻ എന്ന യുവതി ബിനുവിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. ഷെറിൻ ഇത്രയും സമ്പന്നമായ ഒരു കുടുംബത്തിൽ വിവാഹം കഴിച്ചു പോയാൽ ഭാസ്കരന്റെ കുടുംബത്തിന് ധാരാളം സമ്പത്തുള്ളത് കൊണ്ട് തന്നെ അവളുടെ ജീവിതം സുരക്ഷിതവും സുഖകരവുമാകുമെന്ന് അവളുടെ മാതാപിതാക്കൾ വിശ്വസിച്ചു. അങ്ങനെ 2001 ഷെറിനും ബിനുവും വിവാഹിതരായി. വിവാഹം കഴിഞ്ഞ ഉടനെ ഷെറിനെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. സമയവും കാലവും ഇങ്ങനെ കടന്നുപോയി. സന്തോഷകരമായ ജീവിതത്തിനിടയിൽ ഷെറിനും ബിനുവിനും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് ഐശ്വര്യ എന്ന പേരിട്ടു. അമേരിക്കയിൽ വർഷങ്ങളോളം താമസിച്ചതിനും ഭാര്യയെ നഷ്ടപ്പെട്ടതിനും ശേഷം ഭാസ്കർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. വിരമിച്ച ജീവിതം സ്വന്തം നാട്ടിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ചെങ്ങന്നൂരിൽ അദ്ദേഹത്തിന് ഒരു വലിയ വില്ലയുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം മകൻ ബിനു, ബിനുവിന്റെ ഭാര്യ ഷെറിൻ, അവരുടെ ചെറിയ മകൾ ഐശ്വര്യ എന്നിവരോടൊപ്പം താമസിക്കാൻ തുടങ്ങി. വീട്ടുജോലികളിൽ സഹായിക്കാൻ ഒരു വേലക്കാരനും ഡ്രൈവറും അവിടെ താമസിച്ചിരുന്നു. പുറത്തു നോക്കുമ്പോൾ അതൊരു സന്തുഷ്ട കുടുംബമായി തോന്നി. വീട് നിറയെ ആളുകൾ, അയൽക്കാരും സന്തോഷം മാത്രമേ അവിടെ കണ്ടുള്ളൂ. ഭാസ്കറിന്റെ ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹത്തിന്റെ ചെറുമകൾ ഐശ്വര്യയായിരുന്നു. 65 വയസ്സുള്ളപ്പോൾ സ്വന്തം ബാല്യകാലത്തിലേക്ക് മടങ്ങിയതുപോലെ അവളോടൊപ്പം കളിച്ചപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ചെറുപ്പമായതുപോലെ തോന്നി. 2009 മാസം നവംബർ മാസം 8 വിരമിച്ചതിനു ശേഷവും അതിരാവിലെ ഉണരുകയും ചെറിയ ചെറിയ വീട്ടുജോലികളും ചെയ്യുന്നത് ഈ 65 വയസ്സുള്ള ഭാസ്കറിന്റെ ഒരു ശീലമായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം രാവിലെ ഏറെ വൈകിട്ടും ഭാസ്കർ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയില്ല. ആശങ്കാകുലയായ മകന്റെ ഭാര്യയായ ഷെറിൻ പരിശോധിക്കാനായി ആ മുറിയിലേക്ക് പോയി. മുറിയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ തറയിൽ എന്തൊക്കെയോ ചിതറിക്കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അത് എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ മുറിക്കകത്തേക്ക് കയറി. ആ കാഴ്ച അവളെ വലിയൊരു ഞെട്ടലിലേക്ക് തന്നെ തള്ളിവിട്ടു. ഭാസ്കർ തന്റെ കട്ടിലിൽ ചലനമില്ലാതെ കിടക്കുകയാണ്. മാത്രവുമല്ല, എല്ലായിടത്തും മുളക് പൊടി വിതറിയിട്ടുണ്ട്. അത് തറയിൽ മാത്രമല്ല, ഭാസ്കറിന്റെ ശരീരത്തിലും എല്ലാം ചിതറിക്കിടക്കുകയായിരുന്നു. മുറിയിൽ നിന്നും വിലപിടിപ്പുള്ള പല വസ്തുക്കൾ നഷ്ടമായതായും ഷെറിന് പെട്ടെന്ന് മനസ്സിലായി. ഈ അടയാളങ്ങളിൽ നിന്ന് തന്റെ അമ്മായിയപ്പൻ സ്വാഭാവികമായി മരിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാമെന്നും അവൾക്ക് മനസ്സിലായി. പരിഭ്രാന്തയായ അവൾ പുറത്തേക്ക് ഓടി അയൽക്കാരെ സഹായത്തിനായി വിളിച്ചു. താമസിയാതെ പോലീസിനെയും അറിയിച്ചു. ഇപ്പോൾ ആ രാത്രിയിൽ ഭാസ്കറിന് എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും അദ്ദേഹത്തെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? അയാൾ US-ൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ അദ്ദേഹത്തിന് അങ്ങനെ ശത്രുക്കൾ ആരാണ് ഉണ്ടായിരുന്നത്? സത്യം പറഞ്ഞാൽ ഇത് അമേരിക്കയിൽ ആരംഭിച്ച് ഇന്ത്യയിൽ അവസാനിച്ച ഒരു കേസാണ്. ഒരാളുടെ മനസ്സിൽ അത്യാഗ്രഹവും മോഹവും സ്വാർത്ഥതയും ഉണ്ടാകുമ്പോൾ അവർക്ക് ഏത് പരിധിവരെയും പോകാൻ കഴിയും എന്ന് നിങ്ങളെ കാണിക്കുന്ന ഒരു യഥാർത്ഥ സംഭവമാണിത്. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ ഈ ഒരു കേസിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. കൂടാതെ ഇന്നുവരെയും നമ്മുടെ ചാനൽ കണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആദ്യം ഭാസ്കറിന്റെ മകൻ ബിനു. അയാൾക്ക് മാനസികമായ വൈകല്യമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ സംഭവ ദിവസം വീടിനുള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു.
വീട്ടിൽ ആ സമയം ഭാസ്കറിന്റെ മരുമകളായ ഷെറിൻ, ജോലിക്കാരൻ, ഡ്രൈവർ ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് 3 പേരോടും സംസാരിച്ചു. ഇതാണ് അവർ പറഞ്ഞത്. 2009 നവംബർ മാസം 8-നാണ് സംഭവം നടന്നത് സർ. അതിരാവിലെ ജോലിക്കാരൻ ഉണർന്നപ്പോൾ തന്നെ വിചിത്രമായ എന്തോന്ന് അയാൾ ശ്രദ്ധിച്ചു. വീടിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിരുന്നു. ജോലിക്കാരൻ ആദ്യം ഇത് ഡ്രൈവറോട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഷെറിനെയും അറിയിച്ചു. രാത്രിയിൽ വാതിലുകൾ പൂട്ടാൻ ഒരു പക്ഷെ മറന്നുപോയിട്ടുണ്ടാകാമെന്ന് ഷെറിൻ മറുപടി നൽകി. അതുകൊണ്ട് ആദ്യം എല്ലാവരും അത് അവഗണിച്ചു. പക്ഷെ പിന്നീട് ജോലിക്കാരൻ ഭാസ്കറിന്റെ മുറിയുടെ അടുത്തേക്ക് നടന്നു. അവിടെ വാതിലിന് പുറത്ത് തറയിൽ ചിതറിക്കിടക്കുന്ന ചുവന്ന മുളക് പൊടി അയാൾ കണ്ടു. പെട്ടെന്ന് തന്നെ ഷെറിനെയും ഡ്രൈവറെയും കാര്യം അറിയിച്ചു. ആദ്യം വാതിലുകൾ തുറന്നിരുന്നത് കണ്ടു. ഇപ്പോൾ ഭാസ്കറിന്റെ മുറിക്ക് മുൻപിൽ മുളക് പൊടി വിതറിയിരിക്കുകയാണ്. പോരാത്തതിന് ഭാസ്കറാണെങ്കിൽ ഇതുവരെയും മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുമില്ല. ഇതെല്ലാം കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് തോന്നി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷെറിൻ ഭാസ്കറിന്റെ മുറിയിലേക്ക് പോയി പരിശോധിച്ചു. അവളെ കണ്ടത് അവളെ ആകെ ഞെട്ടിപ്പിച്ചു. ഭാസ്കർ അകത്ത് മരിച്ചു കിടക്കുകയായിരുന്നു. കൊള്ളയടിക്കാൻ വന്ന ആളുകൾ 1,11,000 രൂപ മോഷ്ടിച്ചു. കൂടാതെ $2,300 മോഷ്ടിച്ചിരുന്നു. മാത്രവുമല്ല, ഭാസ്കറിന്റെ പ്രധാനപ്പെട്ട സ്വത്തുക്കളുടെ രേഖകളും അവർ കൊണ്ടുപോയി. ഷെറിൻ പോലീസിനോട് ഇതെല്ലാം പറഞ്ഞു. വീടിനുള്ളിൽ തിരച്ചിൽ നടത്തിയ ശേഷം പോലീസ് അയൽപ്പക്കത്ത് അന്വേഷിക്കാൻ തുടങ്ങി. ഭാസ്കറിന്റെ ഏറ്റവും അടുത്ത അയൽക്കാരൻ ഒരു പ്രധാനപ്പെട്ട സൂചന നൽകി. കൊലപാതകം നടക്കുന്നതിന്റെ തലേന്ന് രാത്രി നവംബർ മാസം 7-ാം തീയതി രാത്രി ഒരു 10:45 ഭാസ്കറിന്റെ വീടിന് പുറത്ത് സംശയാസ്പദമായി ഒരു പുരുഷൻ നിൽക്കുന്നത് അയാൾ കണ്ടു. ആരാണെന്നും എന്തിനാണ് ഇത്രയും വൈകി ഇവിടെ നിൽക്കുന്നത് എന്നും ചോദിച്ചു. അതിനയാൾ പറഞ്ഞത്, എൻ്റെ ബൈക്കിൻ്റെ പെട്രോൾ തീർന്നു, മൂത്രമൊഴിക്കാനായി ഞാൻ ഈ സൈഡിലേക്ക് ഒതുങ്ങിയതാണെന്ന് പറഞ്ഞു. അയൽക്കാരൻ നോക്കിയപ്പോൾ ബൈക്ക് കേടായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സമീപത്ത് ഏതെങ്കിലും ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിച്ചു വരാൻ പറയാമോ എന്ന് ഈ അപരിചിതൻ ആവശ്യപ്പെട്ടു. സഹായവും അഭ്യർത്ഥിച്ചു. അയൽക്കാരൻ അയാൾക്ക് പരിചയമുള്ള ഒരു ഓട്ടോ ഡ്രൈവറെ വിളിച്ച് അയാളോട് സംസാരിക്കാൻ തുടങ്ങി. ഇനി സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം, അതായത് 2009 നവംബർ മാസം 9-ാം തീയതി ഭാസ്കറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി കൊണ്ടുപോയി. ഭാസ്കറിന്റെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞു. മരണകാരണം ശ്വാസമുട്ടലായിരുന്നു. അതായത് അയാളെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടുണ്ട്. ശ്വസിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ട്. ഭാസ്കർ ഒരുപക്ഷെ കൊള്ളയടിക്കാൻ വന്നവരെ കണ്ട് അവരുമായി പോരാടാൻ ശ്രമിച്ചിട്ടുണ്ടാകാം എന്നാണ് തോന്നിയത്. വന്നവർ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപക്ഷെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ പോലീസ് എത്തി. എന്നാൽ മതിയായ തെളിവില്ലാത്തതിനാൽ അവർ അന്വേഷണം വീണ്ടും തുടർന്നു. പോലീസ് കുറ്റകൃത്യം നടന്ന സ്ഥലം ശ്രദ്ധാപൂർവം തിരഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ഈ അന്വേഷണത്തിനിടയിൽ കൊലയാളി ഒരു അപരിചിതൻ അല്ല എന്ന് അവർക്ക് ശക്തമായി തന്നെ തോന്നി. അത് ഭാസ്കരൻ അറിയാവുന്ന ഒരാളായിരിക്കണം. ഏറ്റവും പ്രധാനമായി കൊലയാളി വീടിനുള്ളിലെ ആരോ ആയിരിക്കാമെന്നും അവർ സംശയിച്ചു. അവിടെ താമസിക്കുന്ന ആളുകളെ പോലീസ് സംശയിക്കാൻ 3 ശക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ കാരണം, ഭാസ്കറിന് 2 പൊമനേറിയൻ നായ്ക്കൾ ഉണ്ടായിരുന്നു. സാധാരണയായി ഒരു അപരിചിതൻ വീട്ടിലേക്ക് വന്നാൽ നായ്ക്കൾ ഉച്ചത്തിൽ കുരയ്ക്കും. പക്ഷേ കൊലപാതകം നടന്ന ദിവസം നായ്ക്കളിൽ നിന്ന് ഒരു ശബ്ദവും പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിലൂടെ ഈ നായ്ക്കൾക്ക് കൊലയാളിയെ അറിയാമായിരുന്നിരിക്കാമെന്ന് പോലീസ് കരുതി. അതിനാൽ ആ വ്യക്തി വീട്ടിൽ നിന്നുള്ള ഒരാളാണെന്ന് തന്നെ അവർക്ക് തോന്നി. രണ്ടാമത്തെ കാരണം വീടിന്റെ വാതിലുകളാണ്. സംഭവ ദിവസം മുൻവശത്തെയും പിൻവശത്തെയും വാതിലുകൾ തുറന്നിരുന്നു. ആദ്യം ഷെറിൻ അവ പൂട്ടാൻ മറന്നു പോയിരിക്കാം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ കഴിഞ്ഞ രാത്രി വാതിലുകൾ പൂട്ടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തി. ഇതിനർത്ഥം ബലപ്രയോഗത്തിന്റെ ഒരു സൂചനയും ഇല്ലാത്തതിനാൽ കൊലയാളികൾ വാതിലിലൂടെയാണ് അകത്ത് കടന്നിരിക്കാൻ സാധ്യത. ശക്തമായി വാതിലുകൾ തകർക്കാതെ അവർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുമെങ്കിൽ വീട്ടിലുള്ളവരിൽ ഒരാൾ അവരെ സഹായിച്ചിട്ടുണ്ടാകാമെന്ന് പോലീസ് സംശയിച്ചു. മൂന്നാമത്തെ കാരണം, ഭാസ്കരന്റെ മുറിക്ക് പുറത്ത് മുളക് പൊടി വിതറിയിരിക്കുകയായിരുന്നു. ഈ അസാധാരണമായ സൂചന വീട്ടിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ച് പോലീസിന് കൂടുതൽ സംശയം ജനിപ്പിച്ചു. വിതറിയ മുളക് പൊടി പോലീസ് പരിശോധിച്ചപ്പോൾ അത് ഭാസ്കരന്റെ അടുക്കളയിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലായി. അപരിചിതർ ഈ മുളക് പൊടി അടുക്കളയിൽ നിന്നും തിരച്ചിൽ നടത്തി കണ്ടെത്തി. അത് ഭാസ്കരന്റെ മുറിക്ക് പുറത്ത് വിതറാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പോലീസിന് തോന്നി. അപ്പോൾ പിന്നെ വീട്ടിലെ തന്നെ ആരെങ്കിലും, ജോലിക്കാരനോ ഷെറിനോ ആയിരിക്കാമെന്നാണ് പോലീസ് വിശ്വസിച്ചത്. വീട്ടിൽ താമസിക്കുന്നവരിൽ ഒരാളെങ്കിലും കൊലപാതകവുമായി ബന്ധപ്പെട്ടിരിക്കും എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ
വിശ്വാസം മാത്രം പോരല്ലോ. കോടതിയിൽ പോലീസിന് ശരിയായ തെളിവുകൾ ആവശ്യമായിരുന്നു. അതിനാൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തുടക്കം മുതൽ വളരെ ശ്രദ്ധാപൂർവം അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ അവരുടെ ഈ സംശയം അപ്രതീക്ഷിതമായി ഒരു വ്യക്തിയുടെ മേൽ പതിച്ചു. അത് ജോലിക്കാരനോ ഡ്രൈവറോ ആയിരുന്നില്ല. കൊലയാളി ഭാസ്കറിന്റെ മരുമകളായ ഷെറിനായിരുന്നു. പോലീസ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പൊതുവായി പരാമർശിച്ചൊരു കാര്യം ഭാസ്കരനും ഷെറിനും തമ്മിലുള്ള നിരന്തരമായ തർക്കങ്ങളും വഴക്കുകളുമായിരുന്നു. ഈ കേസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കുറച്ചു വർഷം പിന്നിലേക്ക് പോകണം. ഷെറിൻ വിവാഹം കഴിഞ്ഞ് US മടങ്ങി. ആ സമയം ഷെറിൻ തന്റെ അമ്മായിയമ്മയായ അന്നമ്മയെ വീട്ടുജോലികളിൽ സഹായിച്ചു. പിന്നീട് അവൾ ഒരു മകളെ പ്രസവിച്ചു. കാലക്രമേണ ഷെറിൻ അമേരിക്കൻ ജീവിതം നന്നായി ആസ്വദിക്കാൻ തുടങ്ങി. ഒരു സ്ഥിരതാമസമാക്കി. അവൾ നല്ല ഇംഗ്ലീഷ് പഠിച്ചു, കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടി, പരിചയക്കാർ വഴി ഒരു ക്ലറിക്കൽ ജോലി നേടുകയും ചെയ്തു. എന്നാൽ ആ നിമിഷം മുതൽ ഷെറിന്റെ ജീവിതം മാറാൻ തുടങ്ങി. വീടിന് പുറത്ത് അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായി. പുതിയ സ്വാതന്ത്ര്യം അവൾ അങ്ങ് അറിഞ്ഞ് ആസ്വദിക്കുകയായിരുന്നു. ഭർത്താവ് മാനസിക വെല്ലുവിളി നേരിടുന്നതിനാൽ അവൾ പല കാര്യങ്ങൾ രഹസ്യമായി ചെയ്യാൻ തുടങ്ങി. അവളുടെ പെരുമാറ്റം വളരെ അശ്രദ്ധമായി മാറി. അവളുടെ വസ്ത്രധാരണ രീതി, പെരുമാറ്റം, മദ്യപാന ശീലം, ഇങ്ങനെ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ആഗ്രഹങ്ങളും അവൾക്ക് വരാൻ തുടങ്ങി. അവളുടെ അമ്മായിയപ്പനായ ഭാസ്കരൻ അവളുടെ ഈ പ്രവർത്തികളെക്കുറിച്ച് അവൾക്ക് മുന്നറിയിപ്പ് നൽകി. പക്ഷെ അപ്പോൾ പോലും അവൾക്ക് ഒട്ടും ഭയം തോന്നിയില്ല. പകരം അവൾ അവരെ പരസ്യമായി ഭീഷണിപ്പെടുത്തി. നിങ്ങളുടെ മകനോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പണം നൽകണം, അല്ലെങ്കിൽ ഞാൻ താമസിക്കില്ല. സ്വത്ത് എന്റെ ഭർത്താവിന്റെ പേരിൽ എഴുതുക എന്നും അവൾ പറഞ്ഞു. ഇത് ഭാസ്കരും മരുമകൾ ഷെറിനും തമ്മിൽ ദിവസേനയുള്ള വഴക്കുകൾക്ക് കാരണമായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷെറിൻ തന്റെ അമ്മായിയമ്മയുടെ ക്രെഡിറ്റ് കാർഡ് മോഷ്ടിക്കുകയും ധാരാളം പണം ചിലവാക്കുകയും ചെയ്തു. ഒരു മാസത്തിനു ശേഷം ബില്ല് വന്നപ്പോൾ ഷെറിനോട് ഇതേക്കുറിച്ച് ചോദിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ഷെറിൻ പരുഷമായി തന്നെ അത് നിഷേധിച്ചു. തുടർന്ന് അവളുടെ അമ്മായിയമ്മ പോലീസിൽ ഒരു പരാതി നൽകി. അന്വേഷണത്തിൽ ഷെറിൻ തട്ടിപ്പ് നടത്തിയതായി തെളിയുകയും ചെയ്തു. കേസ് പിൻവലിക്കാൻ കുടുംബം വാഗ്ദാനം ചെയ്തെങ്കിലും സാമ്പത്തിക തട്ടിപ്പ് അവഗണിക്കാൻ കഴിയില്ല എന്നും ഷെറിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് പോലീസ് പറഞ്ഞത്. ഒടുവിൽ അവൾക്ക് 1 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇതിനുശേഷം ഭാസ്കറും ഷെറിനും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകർന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബിനുവിന് ഇക്കാര്യത്തിൽ ഒരിക്കലും ഇടപെടാനും സാധിക്കില്ല. ഈ സമയങ്ങളിലായിരുന്നു ഭാസ്കറിന്റെ ഭാര്യയായ അന്നമ്മ മരിക്കുന്നത്. ഷെറിൻ പിന്നീട് ജോലി ഉപേക്ഷിച്ചു. വീടും മുൻപത്തേക്കാളും കൂടുതൽ പിരിമുറുക്കത്തിലേക്ക് മാറി. എൻ്റെ മകനെയും ചെറുമകളെയും നന്നായി പരിപാലിക്കാൻ എൻ്റെ എല്ലാ സ്വത്തും ഞാൻ നിങ്ങൾക്ക് തന്നെ കൈമാറാം. പക്ഷെ നീ നിന്റെ വഴികളിൽ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണമെന്ന് ഭാസ്കർ ഷെറിനോട് ആവശ്യപ്പെട്ടു. ഷെറിനും അത് സമ്മതിച്ചു. പക്ഷേ മരുമകൾ അമേരിക്കയിലായിരുന്നാൽ കാര്യങ്ങളെല്ലാം വീണ്ടും ബുദ്ധിമുട്ടിലാകുമെന്ന് ഭാസ്കറിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം തന്റെ ജന്മനാടായ ചെങ്ങന്നൂരിൽ 1 ഏക്കർ സ്ഥലത്ത് ഒരു വലിയ വീട് പണിതു. മകളെയും കുടുംബത്തെയും സമീപത്ത് തന്നെ താമസിപ്പിക്കാനായി അദ്ദേഹം നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു മകൾ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആമുഖത്തിൽ. മകൾ വിവാഹിതയായി. മകൾ ഭർത്താവിനോടൊപ്പം കുറച്ചു ദിവസം അകലെയാണ് താമസിച്ചിരുന്നത്. ഇതിനിടെ മകന്റെ ഭാവിക്കായി ഭാസ്കർ 14 ലക്ഷം രൂപയുടെ ഒരു സ്ഥിര നിക്ഷേപം സൃഷ്ടിച്ചു. വില്ലയ്ക്ക് പുറമെ മകന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഫ്ളാറ്റുകൾ അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. ഭാസ്കർ തന്റെ ജന്മനാടായ ചെങ്ങന്നൂരിലേക്ക് താമസം മാറിയ ശേഷം തന്റെ ഈ അവസാനകാല ജീവിതം വളരെ ശാന്തമാകുമെന്നാണ് അദ്ദേഹം കരുതിയത്. US നിന്നും പോകുന്നതിന് മുൻപ് തന്റെ എല്ലാ സ്വത്തും പണവും മരുമകൾ ഷെറിന് നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു വിൽപത്രം എഴുതിയിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ പ്രവർത്തികൾ കാരണം വീണ്ടും തർക്കങ്ങൾ കൂടി വന്നു. ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷം ആരംഭിച്ച തൻ്റെ പുതിയ റിയൽ എസ്റ്റേറ്റ് ജോലികൾക്ക് വേണ്ടി ഭാസ്കർ പുറത്തു പോകുമ്പോഴെല്ലാം അദ്ദേഹം വിചിത്രമായ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചെങ്ങന്നൂരിലെ തൻ്റെ വലിയ വില്ലയിൽ നിന്നും അജ്ഞാതരായ ആളുകൾ, അത് മുൻപ് കണ്ടിട്ടില്ലാത്ത ആളുകൾ വന്നു പോയിക്കൊണ്ടിരുന്നു. ഇത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ആദ്യം ഭാസ്കർ അത് തനിക്ക് തോന്നിയതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കാം എന്നൊക്കെയാണ് കരുതിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ സംശയം ഓരോ ദിവസം കഴിയുന്തോറും ശക്തമായി. ഒടുവിൽ പൂർണ്ണമായും ഉറപ്പാക്കാൻ അയാൾ വിശ്വസിക്കുന്ന ഒരാളിലൂടെ രഹസ്യ നിരീക്ഷണം നടത്തി. അദ്ദേഹം ഭയപ്പെട്ടത് പിന്നീട് സത്യമായി തന്നെ മാറി. ഏകദേശം അതേ സമയമായിരുന്നു ഭാസ്കരൻ എന്ന ഈ 65 വയസ്സുകാരൻ ബസിത് അലി എന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നതും ചില പുതിയ ബിസിനസ് ചർച്ചകളിലൂടെ അവരുടെ ബന്ധം ആരംഭിക്കുകയും ചെയ്തു.
താമസിയാതെ ബസിന്ത് അലി ഭാസ്കറിന്റെ വീട് കൂടുതൽ തവണ സന്ദർശിക്കാൻ തുടങ്ങി. എന്നാൽ ബിസിനസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതിന് പകരം വില്ലയ്ക്കുള്ളിൽ മറ്റൊരു അപകടകരമായ കഥ വികസിക്കാൻ തുടങ്ങി. ഷെറിനും ബസിന്ത് അലിയും ഒരു രഹസ്യ ബന്ധത്തിലേർപ്പെട്ടു. ആദ്യം അവർ അത് മറച്ചുവെച്ചു. പക്ഷേ കാലക്രമേണ അവർക്ക് ധൈര്യം കൂടി. ബസിന്ത് അലി പരസ്യമായി തന്നെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അധികം ശ്രദ്ധയില്ലാതെ ഷെറിനൊപ്പം സമയം ചിലവഴിച്ചു. ഇത് കുടുംബത്തിനുള്ളിൽ തന്നെ ഒരു കൊടുങ്കാറ്റുണ്ടാക്കി. ചെറിയ വഴക്കുകളും കഠിനമായ തർക്കങ്ങളും ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമായി തന്നെ മാറി. ഭാസ്കറിന് ചുറ്റും സമ്മർദ്ദം വർദ്ധിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. പതിയെ ഒരു ഭാരിച്ച ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. ഒരു പക്ഷേ സ്വന്തം ജീവിതം തന്നെ അപകടത്തിലായേക്കാം. അതുകൊണ്ട് ഭാസ്കർ വളരെ വേഗത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചു. ഷെറിനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയില്ലായിരുന്നു. പക്ഷേ അവളുടെ നിർഭയമായ വാക്കുകൾ, തുറന്ന പെരുമാറ്റം, ഇതെല്ലാം അദ്ദേഹത്തിന് എല്ലാ ദിവസവും വല്ലാത്ത ദുഃഖത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമായി. അദ്ദേഹത്തിന് ഭയം വളരെയധികം ഇങ്ങനെ വളർന്നു വന്നു. അങ്ങനെ ഒരു വലിയ തീരുമാനം എടുത്തു. മുൻപ് എഴുതിയിരുന്ന എല്ലാ വിൽപത്രങ്ങളും ഭാസ്കർ റദ്ദാക്കി. തൻ്റെ സമ്പത്തിന്മേൽ ഷെറിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മാത്രവുമല്ല, ബാങ്കിൽ പോയി എല്ലാ നിക്ഷേപങ്ങളിൽ നിന്നും നാമനിർദ്ദേശങ്ങളിൽ നിന്നും അവളുടെ പേര് നീക്കം ചെയ്തു. ഇങ്ങനെ ചെയ്തതിലൂടെ ഷെറിനെ ആ സ്വത്തിൽ നിന്നെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി. അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇത് ഷെറിനെ വല്ലാതെ പ്രകോപിതയാക്കി. പിന്നീട് ഈ ഭാസ്കർ എന്ന വ്യക്തിയെ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ഏക ലക്ഷ്യമായി മാറി. കാരണം അയാൾ പോയാൽ അവൾക്ക് വീട് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയും. കാമുകൻ ബസിന്ത് അലിയുമായി ചേർന്ന് സ്വന്തം അമ്മായിയപ്പനെ കൊല്ലാൻ അവൾ പദ്ധതിയിടാൻ തുടങ്ങി. പദ്ധതി നടപ്പിലാക്കാൻ ബസിന്ത് തന്റെ 2 സുഹൃത്തുക്കളായ നിതിനെയും ഷാനു റഷീദിനെയും സഹായത്തിനായി വിളിച്ചു. ഭാസ്കറിനെ എങ്ങനെ കൊല്ലാമെന്ന് 4 പേരും ചേർന്ന് ഗൂഢാലോചന നടത്താൻ തുടങ്ങി. നവംബർ മാസം 7 രാത്രി ഷെറിൻ വീട്ടിലെ 2 പൊമനേറിയൻ നായ്ക്കൾക്കും ഡ്രൈവർ വാങ്ങിയ ഉറക്ക ഗുളികകൾ കലർത്തിയ ഭക്ഷണം നൽകി. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ 2 നായ്ക്കളും ബോധരഹിതരായി വീണു. വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങാൻ പോയ ശേഷം ബസിന്തിനും 2 സുഹൃത്തുക്കൾക്കും മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിൽ ഷെറിൻ വാതിലുകൾ തുറന്നിട്ടു. ഉടൻ 3 പേരും ഭാസ്കറിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി. ക്ലോറോഫോം മുക്കിയ ഒരു തുണി അയാളുടെ വായിലും മൂക്കിലും അമർത്തി ശ്വാസം മുട്ടിക്കാൻ അവർ ആദ്യം ശ്രമിച്ചു. പക്ഷേ ഭാസ്കരൻ ഉണർന്നു. അവരെ കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. രക്ഷപ്പെടാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. ഉടനെ ബസിന്തിന്റെ ഒരു സുഹൃത്ത് ഭാസ്കരന്റെ മുഖത്ത് ഒരു തലയണ വച്ചു. ശ്വസിക്കുന്നത് തടയാനായി അമർത്തി. മറ്റൊരാൾ ഭാസ്കരന്റെ വയറ്റിൽ കാലമർത്തി അനങ്ങാതിരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഒരു ടവൽ ഉപയോഗിച്ച് ബസിന്ത് ഭാസ്കരന്റെ കഴുത്ത് മുറുകെ പിടിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശ്വസിക്കാൻ സാധിച്ചില്ല. താമസിയാതെ മരിക്കുകയും ചെയ്തു. കൊലപാതകം ഒരു കവർച്ച മൂലമാണ് എന്ന് വരുത്തി തീർക്കാൻ ഭാസ്കറിനെ കൊന്ന ശേഷം മുറിയിൽ നിന്നും ചില വിലയേറിയ വസ്തുക്കൾ അവർ മോഷ്ടിച്ചു. എന്നാൽ തെളിവുകൾ ലഭിക്കുമെന്നും മണം പിടിക്കുന്ന നായ്ക്കൾ തന്നെ പിന്തുടരുമെന്നും ഭയന്ന അവർ ഷെറിനോട് മുളകുപൊടി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവർ അത് മുറിയിലും ഭാസ്കറിന്റെ ശരീരത്തിലും എല്ലാം വിതറി. എന്നിട്ട് രക്ഷപ്പെട്ടു. എല്ലാം ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തു. പണത്തിന് വേണ്ടി കൊലപാതകം നടത്താൻ ധൈര്യപ്പെട്ട ഷെറിന് ആ സമയത്ത് 27 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷെറിന്റെ കുറ്റസമ്മതം, കോൾ റെക്കോർഡിങ്സ് എല്ലാം ഉപയോഗിച്ച് ഭാസ്കറിന്റെ കൊലപാതകത്തിന് 4 ദിവസത്തിന് ശേഷം ആദ്യത്തെ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഡിസംബർ മാസം 13 ബാക്കി 3 പേരെയും പിടികൂടി. സംഭവ ദിവസം രാത്രി ഭാസ്കറിന്റെ അയൽക്കാരൻ വീടിനടുത്ത് 3 പേരെ കണ്ടതായി പോലീസിനോട് പറഞ്ഞിരുന്നു. പിന്നീട് 3 കുറ്റവാളികളെയും തിരിച്ചറിയാൻ അദ്ദേഹം പോലീസിനെ സഹായിച്ചു. 90 ദിവസത്തിനുള്ളിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2010 ജൂണിൽ വിചാരണ ആരംഭിച്ചു. വെറും 1.5 മാസത്തിനുള്ളിൽ കോടതി എല്ലാ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിച്ചു. 1-ാം പ്രതിയായ ഷെറിന് ഇരട്ട ജീവപര്യന്തം തടവും മറ്റുള്ളവർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. ജയിലിനുള്ളിലും ഷെറിൻ വളരെ വഴക്കാളിയായ ഒരു സ്ത്രീയായാണ് അറിയപ്പെട്ടത്. എല്ലാവരുമായും വഴക്കിടുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. സാധാരണ ഇത്തരം പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് പോലും വളരെ അപൂർവമാണ്. എന്നാൽ അതിശയകരം എന്ന് പറയട്ടെ, ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നതിനിടെ കഴിഞ്ഞ 14 വർഷത്തിനിടെ 500 ദിവസത്തിലധികം ഷെറിന് പരോൾ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം 2025 ജൂലൈ മാസത്തിൽ 14 വർഷത്തിലധികം തടവ് അനുഭവിച്ചതിന് ശേഷം ഷെറിനെ അകാലത്തിൽ മോചിപ്പിക്കാൻ കേരള സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. സത്യത്തിൽ ഈ ഒരു തീരുമാനം വിവാദത്തിന് കാരണമായി.
പക്ഷെ അവൾ ഇപ്പോൾ മോചിതയായോ, ജയിലിൽ തന്നെയാണോ എന്നുള്ളത് വിവരം തിരഞ്ഞിട്ടും ലഭിച്ചില്ല. എന്തായാലും ഈ കേസിലൂടെ എനിക്ക് പറയാനുള്ളത്, സ്വാർത്ഥ ലാഭത്തിനും അധികാരത്തിനും സ്വത്തിനും വേണ്ടി തെറ്റായ വഴികളിൽ പോകുന്നത് ഒടുവിൽ സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്നു. ഒരു കൊലപാതകം ചെയ്താൽ അത് ഒരാളുടെ ജീവിതം മാത്രമല്ല, കുടുംബങ്ങളും തലമുറകളും വരെ തകരും. അതിനാൽ സ്വാർത്ഥത, ക്രോധം, മോഹം എന്നിവയെല്ലാം നിയന്ത്രിച്ച് ധാർമ്മികവും സത്യസന്ധവുമായ ജീവിതം നയിക്കാനായി നമുക്ക് ശ്രമിക്കാം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഷെറിന് 500-ലേറെ ദിവസം ജാമ്യം ലഭിച്ചത് തന്നെ വലിയൊരു അത്ഭുതമായി തോന്നുകയാണ്. ഇനി ഇവളെ മോചിപ്പിക്കുക എന്ന രീതിയിലേക്ക് വന്നാൽ സമൂഹത്തിലിറങ്ങി പഴയ രീതിയിൽ തന്നെ ഷെറിൻ ജീവിക്കാൻ ശ്രമിക്കുമോ, അതോ കഴിഞ്ഞ കാലങ്ങളിലെ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ജീവിതം നല്ലൊരു സ്ത്രീയായി ജീവിക്കാൻ ശ്രമിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലായ വിക്കിവോക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.